വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ മരുന്ന് കഴിക്കാൻ സമയമായിട്ടും ശാരിക മരുന്ന് തന്നില്ലല്ലോ എന്നോർത്ത് ശാരിന്ന് വിളിക്കുമ്പോഴാണ് ശാരിക വീട്ടിലേക്ക് പോയ കാര്യം രാജീവ് ഓർക്കുന്നത്. തുടർന്ന് അമ്മയെന്ന് ഉറക്കെ വിളിക്കുമ്പോൾ വിജയലക്ഷ്മി ഉമ്മറത്തിരുന്ന് എന്തോ കഴിക്കുകയാണ്. കൃഷ്ണൻകുട്ടി അമ്മാവൻ കസേരയിൽ ഇരുന്ന് ഉറങ്ങുന്നുമുണ്ട്. അന്നേരം വിജയലക്ഷ്മി ചാടി എഴുന്നേൽക്കുമ്പോൾ നീ എവിടെ പോകുന്നു? ഇത്രയും ദിവസം അവൻ ശാരി എന്നല്ലേ വിളിച്ചുകൊണ്ടിരുന്നത്, അവിടെ കിടന്ന് വിളിക്കട്ടെ, മൈൻഡ് ചെയ്യണ്ട എന്ന് പറയുകയാണ്. 1:15 കിടക്കുമ്പോഴെങ്കിലും അവന് നമ്മുടെ വില അറിയണ്ടേ, കുറച്ച് വിളിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് കേട്ട് മിണ്ടാതെ വിജയലക്ഷ്മി അവിടെ ഇരുന്ന് ആഹാരം അങ്ങ് കഴിക്കുകയാണ്. തുടർന്ന് അമ്മയെന്ന് ഒരുപാട് തവണ രാജീവ് കിടന്ന് അലറി വിളിക്കുന്നുണ്ട്. അവസാനം ഒരുവിധം പണിപെട്ട് എങ്ങനെയെങ്കിലും ആ മേശപ്പുറത്തിരിക്കുന്ന മരുന്ന് എത്തി രാജീവ് എടുക്കുന്നുണ്ട്. തുടർന്ന് ജഗ്ഗ് എടുക്കുമ്പോൾ അതിൽ വെള്ളം കാണുന്നില്ല. തുടർന്ന് രാജീവ് ജഗ്ഗുമായിട്ട് എഴുന്നേക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ താഴേക്കങ്ങ് മോടിടിച്ച് വീഴുകയാണ്. തുടർന്ന് ആ ഒരു ബഹളത്തിലും രാജീവ് അമ്മയെന്ന് അങ്ങ് ഉറക്കെ വിളിക്കുകയാണ്. തുടർന്ന് എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ എന്നും പറഞ്ഞ് അമ്മയും അമ്മാവനും കൂടി ഓടി റൂമിലേക്ക് വരുമ്പോൾ രാജീവ് വീണ് കിടക്കുന്നതാണ് കാണുന്നത്. തുടർന്ന് എന്തു പറ്റി മോനെ എന്നും പറഞ്ഞ് വിജയലക്ഷ്മി രാജീവിനെ പിടിച്ചെഴുന്നേൽപ്പിക്കാനായിട്ട് പോകുമ്പോൾ തൊട്ടുപോകരുത് തന്നെ, മരുന്ന് കഴിക്കാനായിട്ട് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ ഞാൻ ഇത്രയും നേരം തൊണ്ട പൊട്ടി ഇവിടെ കിടന്ന് വിളിച്ചല്ലോ, എന്നിട്ട് നിങ്ങൾ ആരെയും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് രാജീവ് അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ നീ അമ്മയെന്നാണോ വിളിച്ചത്? ഇത്രയും നാൾ നീ ശാരി എന്നല്ലേ വിളിച്ചുകൊണ്ടിരുന്നത്? അപ്പോൾ അവൾ ശ്രദ്ധിച്ച് കാണില്ല എന്ന് അമ്മാവൻ പറയുകയാണ്. അപ്പം വയസ്സായാലും മനുഷ്യന് ഇത്രയും അഹങ്കാരമൊന്നും പാടില്ല. എത്ര പ്രായമായാലും മനുഷ്യനൊരു ആപത്ത് വരുമ്പോൾ അമ്മയെന്നാണ് ആദ്യം വിളിക്കാറുള്ളത്. ഞാനും അങ്ങനെ തന്നെയാണ് ഇതുവരെ വിളിച്ചത്. അമ്മയ്ക്കിപ്പോൾ അങ്ങനെ ഒരു ബന്ധമില്ലെങ്കിൽ ഇനി ഞാൻ വിളിക്കില്ല, ക്ഷമിക്കില്ല അമ്മയെന്ന് പറഞ്ഞ് രാജീവ് തനിയെ തന്നെ എഴുന്നേറ്റങ്ങ് കട്ടിലേക്ക് ഇരിക്കാൻ ശ്രമിക്കുകയാണ്. തുടർന്ന് വിജയലക്ഷ്മി പിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അന്നേരം തൊട്ടു പോകരുത്, അങ്ങോട്ട് മാറി നിൽക്കുമെന്ന് പറഞ്ഞ് ആകെ അങ്ങ് വീണ്ടും രാജീവ് ദേഷ്യപ്പെട്ട് പതിയെ എഴുന്നേറ്റ് കട്ടിലേക്ക് ഇരിക്കുന്നുണ്ട്. തുടർന്ന് ബാ വിജയലക്ഷ്മി നമുക്ക് പോകാമെന്ന് അമ്മാവൻ വിളിക്കുമ്പോൾ ചേട്ടൻ കാരണമാണ് ഞാൻ ഈ വഴക്ക് മൊത്തം കേൾക്കേണ്ടി വന്നത് എന്ന് വിജയലക്ഷ്മി പറയുന്നുണ്ട്. തുടർന്ന് രണ്ടുപേരും ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ എന്നും പറഞ്ഞ് വീണ്ടും രാജീവ് അങ്ങ് ദേഷ്യപ്പെടുകയാണ്. തുടർന്ന് വിജയലക്ഷ്മിക്ക് അന്നേരം ആകെ വിഷമമാകുന്നുണ്ട്. പക്ഷേ മനസ്സോടുകൂടി റൂമിൽ നിന്നും വിജയലക്ഷ്മി അങ്ങ് പോവുകയാണ്. അന്നേരം കട്ടിലേക്ക് ഇരിക്കുന്ന രാജീവിന് ആ വെട്ടുകൊട്ട കാല് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. തുടർന്ന് കണ്ണീരൊക്കെ വരികയാണ്. ഒരുവിധം തടവി രാജീവ് അങ്ങ് കട്ടിലിൽ അങ്ങ് ചാരി ഇരിക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് ശ്യാമ രാത്രി ബാത്റൂമിൽ ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് ബോധമില്ലാതെ കിടക്കുന്നതായിട്ട് ശാരദാമ്മ സ്വപ്നം കണ്ടങ്ങ് ഞെട്ടി ഉണരുകയാണ്. അന്നേരം ഉണർന്ന് ആകെ വെപ്രാളപ്പെട്ട് ശ്യാമയെന്നും പറഞ്ഞ് വിളിച്ചാണ് ശാരദാമ്മ ഞെട്ടി ഉണരുന്നത്. തുടർന്ന് കട്ടിലിനടുത്തേക്ക് നോക്കുമ്പോൾ ശാരികയും കാണുന്നില്ല. അയ്യോ ശാരികയും എവിടെയെന്നും പറഞ്ഞ് ശാരദാമ്മ ആകെ വെപ്രാളപ്പെട്ട് ശ്യാമയുടെ മുറിയിലേക്ക് ഓടുകയാണ്. വാതിൽക്കൽ എത്തുമ്പോഴേക്കും കിടന്നുറങ്ങുന്ന ശ്യാമയുടെ അടുത്തുറങ്ങാതെ കാവലിരിക്കുന്ന ശാരികയാണ് കാണുന്നത്. അത് കാണുമ്പോഴാണ് ശാരദാമ്മയ്ക്ക് ഒരു ആശ്വാസമാകുന്നത്. അന്നേരം ശാരദാമ്മയെ കണ്ടിട്ട് ശാരിക എഴുന്നേൽക്കാനായിട്ട് പോകുമ്പോൾ കൈ ശ്യാമ പിടിച്ചു വെച്ചിരിക്കുകയാണ്. പോകല്ലേ വല്യേച്ചി എന്ന് ഉറക്കത്തിലും ശ്യാമ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ശാരദാമ്മ അങ്ങ് റൂമിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ ഒരുവിധം ശ്യാമയുടെ കൈ മാറ്റി കട്ടിലേക്ക് വച്ചിട്ട് ശാരികയും കൂടെ ചെല്ലുന്നുണ്ട്. എന്നിട്ട് അമ്മ എന്താ വെപ്രാളപ്പെട്ടിരിക്കുന്നത്, എന്തെങ്കിലും സ്വപ്നം കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരവും ശാരദാമ്മ കണ്ട സ്വപ്നം ഭീതിയോടുകൂടി അങ്ങ് ഓർക്കുകയാണ്. ശ്യാമ അങ്ങനെ ബോധം കെട്ട് ബക്കറ്റിൽ ഇങ്ങനെ രക്തമൊക്കെ ആയിട്ട് കിടക്കുന്നത്. തുടർന്ന് പറയുന്നുണ്ട്, ഡോക്ടർ പറഞ്ഞതിന് ഒരു രാത്രി കൂടിയല്ലേ നമ്മളിനി കാത്തിരിക്കേണ്ടതുള്ളൂ, ആ രാത്രി ഞാൻ കാവലിരുന്നോളാം എന്ന് ശാരിക പറയുമ്പോൾ ശാരിക അങ്ങ് കെട്ടിപ്പിടിച്ചങ്ങ് ആശ്വസിക്കുകയാണ് ശാരദാമ്മ. തുടർന്ന് ഞാൻ അവളുടെ റൂമിലേക്ക് ചെല്ലട്ടെ എന്നും പറഞ്ഞ് ശാരിക വീണ്ടും പോയി ശ്യാമയ്ക്ക് അങ്ങ് കൂട്ടിരിക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ രാജീവിനെ കാണാനും വിശേഷങ്ങൾ അറിയാനുമൊക്കെ ശാലിനി വീട്ടിലേക്ക് വരികയാണ്. അതിൽ ശാലിനി വന്നതിൽ എന്തൊക്കെയോ സംശയമുണ്ട് അമ്മാവന്. അത് അമ്മാവൻ വിജയലക്ഷ്മിയോട് പറയുന്നുമുണ്ട്. അന്ന് പോലീസ് വന്നപ്പോൾ എന്തോ കഞ്ചാവ് ഉണ്ടോ എന്നൊക്കെയാണ് എന്നെക്കുറിച്ച് ചോദിച്ചത്. നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ കഞ്ചാവ് മാഫിയയുടെ ആൾ വല്ലതുമാണോ വിജയലക്ഷ്മി എന്നൊക്കെ ചോദിക്കുന്നത്. അന്നേരം എന്നും പറഞ്ഞൊരു ആട്ടൊക്കെ ആട്ടുകയാണ് വിജയലക്ഷ്മി അമ്മാവനെ. തുടർന്ന് അവർ ഉമ്മറത്തിരുന്ന് രാജീവും ശാലിനിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോയിൽ ശാരിക തിരികെ വരുന്നുണ്ട്. തുടർന്ന് ശ്യാമയുടെ കാര്യങ്ങളൊക്കെ ശാരികയോട് ശാലിനിയും രാജീവും ഒക്കെ ചോദിച്ചറിയുകയാണ്.
അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് പോൾസനും കൂട്ടുകാരും കൂടി രാജീവിൻ്റെ വീട്ടിലേക്ക് ജീപ്പിൽ എത്തുന്നത്. തുടർന്ന് മുറ്റത്തേക്ക് വണ്ടി നിർത്തുമ്പോൾ ബേക്കിൽ നിന്നും പോൾസൻ്റെ കുറേ ആളുകൾ ഇറങ്ങിയ ശേഷം മച്ചായ വീടെത്തി എന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഫ്രണ്ട് സീറ്റിലിരുന്ന് ഉറങ്ങായിരുന്ന പോൾസൺ ഇങ്ങനെ കൈ നീട്ടുകയാണ്. തുടർന്ന് മയക്കുമരുന്നാണെന്ന് തോന്നുന്നു. അത് കയ്യിലേക്ക് മരുന്ന് ഇട്ട് കൊടുക്കുകയാണ്. തുടർന്ന് അത് ഉപയോഗിച്ച ശേഷം പോൾസൺ ഇങ്ങനെ വണ്ടിയിൽ നിന്നും ചാടി ഇറങ്ങുകയാണ്. അങ്ങനെ പോൾസനെ കാണുമ്പോൾ രാജീവിനെ ഒന്ന് പേടിച്ചിട്ട് രാജീവ് തന്നെ വെട്ടിയ സംഭവം ഓർക്കുകയാണ്. തുടർന്ന് ശാലിനിയും ശാരികയും ഒക്കെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. തുടർന്ന് ഇതാരാ സാറേ എന്ന് ശാരിക ചോദിക്കുന്നുണ്ട്. അന്നേരം നീ ശാലിനിയെയും കൂട്ടി അകത്തേക്ക് പോകുന്ന ദേഷ്യത്തോടു കൂടി രാജീവ് പറയുകയാണ്. തുടർന്ന് വാ ശാലിനി എന്നും പറഞ്ഞ് ശാലിനി ശാരിക പിടിക്കുകയാണ്. തുടർന്ന് അവരങ്ങ് അകത്തേക്ക് കയറുകയാണ്. അന്നേരം ആകെ പേടിച്ചിരിക്കുകയാണ് രാജീവ്. ഇത്രയുമാണ് ഇന്നത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.